സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന്റെ പരിശോധനാ ഫലങ്ങൾ പോസിറ്റീവായി. ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീണ്ടും നിപ്പ ജാഗ്രതയിലേക്ക് നീങ്ങുകയാണ് കേരളം. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. 214 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. കുട്ടിയുമായി സമ്പർക്കത്തിലുള്ളവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അഷ്കർ അലി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഷ്കർ, ഇത് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രദേശത്ത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നുള്ളത് ആശ്വാസകരമാണ്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ? റോഷ്നി, മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള 14-കാരനാണ് ഇപ്പോൾ നിപ്പ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സ്രവ പരിശോധനയുടെ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തു വരികയായിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ ഈ പരിശോധന ഫലം പോസിറ്റീവാണെന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ജില്ലയിൽ ചില നിയന്ത്രണങ്ങൾ കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളാണ് ഇപ്പോൾ പ്രധാനമായും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് പഞ്ചായത്തുകളും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ഇനി രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമായിരിക്കും. തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടണം. അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ, ജില്ലയിലുടനീളമുള്ള ആളുകളൊക്കെ തന്നെ പൂർണ്ണമായും മാസ്ക് ധരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിയേറ്ററുകൾക്ക് പുറമെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, മദ്രസകളും അംഗനവാടി ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറിച്ച് ചടങ്ങുകൾ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചടങ്ങുകളൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലുള്ള 214 പേർ ഇപ്പോൾ തന്നെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ 60 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉള്ളതാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും, ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതിരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക. ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട CM മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. അവിടെ നിന്നും അയച്ച മറ്റൊരു സ്വകാര്യ ലാബിലേക്ക് അയച്ച് നടത്തിയ പരിശോധന കുട്ടിക്ക് ചെള്ളുപനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പനി, മസ്തിഷ്കജ്വരം, ചെള്ളുപനി ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങളും ഈ കുട്ടിക്ക് സ്ഥിരീകരിച്ചതോടെ തന്നെ ജില്ലയിൽ ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യം, ജാഗ്രത വേണം. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ജാഗ്രത പുലർത്തണം. ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പ് നൽകുകയാണ്. മാസ്ക് ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട്. മലപ്പുറത്ത് അഷ്കർ മാസ്ക് ഇട്ടുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.